നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാം ഒരു തീരുമാനം എടുത്തു. തനിയെ പഠിക്കാൻ പോവാന്ന്. ശ്യാമ തന്നെയാ ശ്യാമയുടെ ടീച്ചർ. ഇത്രയും കാലം എന്റെ ഭാര്യയ്ക്കൊരു കുറവുണ്ടായിരുന്നു, ആത്മവിശ്വാസത്തിന്റെ കുറവ്. ആ കുറവ് നീ പരിഹരിച്ചു. അതിനെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. നീ വന്നത് മുതൽ എനിക്ക് ചെറിയ സംശയം തുടങ്ങിയതാ. പക്ഷേ നിന്റെ താളത്തിനൊത്ത് ഞാൻ നിന്നു. എന്തിനാന്നറിയൂ? കുറച്ചു നേരത്തെ ശ്യാമ എൻ്റെ അടുത്ത് പറഞ്ഞ ആ വാക്ക് കേൾക്കാനായിട്ട്. അഖിൽ സാറേ, ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാവുന്ന വാക്ക്. ആ വാക്ക് കേൾക്കാനാ നിന്നെ നിന്റെ വഴിക്ക് വിട്ടത്. ഞാൻ ഉദ്ദേശിച്ചത് നടന്നു. ദേ, ഇതെന്തെന്നറിയൂ? ഞാൻ കെട്ടിയ താലിയാ. ഞാൻ നിന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞതായിരുന്നു. താലി ഭാര്യയുടെ അഭിമാനത്തെക്കാളും ഭർത്താവിന്റെ അഭിമാനം. ഇത് ഈ കഴുത്തിലുള്ളിടത്തോളം കാലം ലോകത്തൊരാളുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ എന്റെ ശ്യാമിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചുമൊക്കെ പരോക്ഷമായി കളിയാക്കുണ്ടായി. ഈ പാവം അതിലങ്ങ് വേവലാതിപ്പെട്ടു. എന്നെപ്പോലൊരു ഭർത്താവിനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല നിറം സ്വന്തം ഭാര്യയുടെ നിറവാ. ലോകത്തിലെ ഏറ്റവും നല്ല ശരീരം സ്വന്തം ഭാര്യയുടെ ശരീരം. ഇവളുടെ തലമുടി പിടിച്ചാൽ, തൊലി ചുളുങ്ങിയാൽ, പല്ല് കൊഴിഞ്ഞാലും, ശരീരം വികൃതമായാലും എന്നെ സംബന്ധിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരി എൻ്റെ ഭാര്യ തന്നെ. എനിക്കുറപ്പുണ്ട് നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ശ്യാമയുടെ ഈ ദേവന. നേരത്തെ പറഞ്ഞില്ലേ ശ്യാമയുടെ ആത്മവിശ്വാസക്കുറവ്, അത് തീർക്കാൻ നിന്നെ വരുത്തിയത് ഈ ദേവൻ തന്നെയാ. ഇത് ശ്യാമയുടെ ദേവന. ശ്യാമയ്ക്ക് സംരക്ഷണം കൊടുത്ത് സദാ കൂടെയുണ്ട്. നന്മ ചെയ്യുന്നവർക്ക് വാരിക്കോരി അനുഗ്രഹം കൊടുക്കും, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. ശ്യാമയെ ദ്രോഹിച്ച നിനക്ക് ആരൊക്കെ മാപ്പ് തന്നാലും ഈ ദൈവം മാപ്പ് തരുമെന്ന് കരുതണ്ട. നിന്നെക്കുറിച്ച് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും 3 മക്കളും. നീ ഇളയവൾ. അന്നത്തെ കോളേജ് പഠനം കഴിഞ്ഞ് നീ വഴിതിരിഞ്ഞു പോയി, കൂട്ടുകെട്ടുകൾ മാറി. അക്കാദമിയിൽ അധ്യാപികയാണെങ്കിലും ഇതുപോലുള്ള കൊട്ടേഷനാണ് നിനക്ക് പ്രധാനം. നീ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് ആരാന്നറിയാവോ? നിന്റെ മനസാക്ഷിയാ. മനസാക്ഷിയുടെ ചോദ്യങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പോയി അടുത്താരെങ്കിലും അന്വേഷിച്ച് ചതിക്കാൻ നോക്ക്. ക്ഷമിക്കണം. എനിക്ക് വേണ്ട ശ്യാമേ, മാപ്പ്. എന്നോട് ക്ഷമിക്കണം. ഈ കണ്ണീര് കണ്ടപ്പോഴേ എൻ്റെ വിഷമമൊക്കെ മാറി. നന്നായിട്ട് ജീവിക്ക്, അതേ എനിക്ക് പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.